ध्यानामन्तस्तिमिरामिहिरद्वीपनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिजरे दरिद्राना चिन्तामणि कुलनिका जन्मजलधौ निमग्नानं धंष्ट्वा मुररिपुवराहस्य भवति आत्मा रामानन्दरमण अच्युत केशव हरिनारायण ഹായ് നന്ദൂസ്കൂളൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഓപ്പണിങ്ങിന്റെ തലേദിവസമാണ് ഇന്ന്. ഇപ്പൊ ഒരു സമയം എത്ര മണി? 6 മണി. കറക്റ്റ് 6 മണിയായിട്ടാ. അപ്പൊ നമ്മള് ഒരു ഉച്ചക്ക് പോയിട്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷനുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി വന്നു. ഏട്ടന്റെ കൂട്ടുകാരനുണ്ടായിട്ട് കൂടെ. അപ്പൊ അതൊക്കെ വാങ്ങി വന്നു. ഇനി നമുക്ക് നമ്മള് ടേബിള് ചെയറ് കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഇന്നലെ ക്ലീൻ ചെയ്യല് കഴിഞ്ഞു. ഞങ്ങൾ ഇന്നലെ ഉണ്ടായില്ല എറണാകുളത്ത് ഷൂട്ടിന് വയ്ക്കുന്നു. ഇന്നലെ രാജീവായിട്ട് ഇവിടെ ബംഗാളിനെ വെച്ച് ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായി. എന്നാലും നമുക്ക് ഒന്നും കൂടി ഈ ക്ലോക്ക് സാധനങ്ങളൊക്കെ ഒന്നുകൂടി തുടയ്ക്കാനുണ്ട്. നല്ല പൊടിയായിരുന്നല്ലോ. അപ്പൊ അതുമ്മയ്ക്കൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ഫ്രെയിം ഫിറ്റ് ചെയ്യല്, ഈ ഫർണിച്ചറുകൾ കൊണ്ടുവെക്കല്, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട് നമ്മള്. പിന്നെ നാളേക്കുള്ള ഡെക്കറേഷൻ ചെയ്യല്. പോയാലറിയാം എന്തായാലും കുറെ നേരത്തെ പരിപാടി ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് കൊടുങ്ങല്ലൂര് അതുകൊണ്ടാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും വണ്ടി വിടാത്ത അവസ്ഥയുണ്ട്. അതാണ് നമുക്ക് പ്രശ്നം. നമുക്ക് എങ്ങോട്ട് പോണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും വിടാത്തതിന്റെ പ്രശ്നമുണ്ട്. നല്ല തിരക്കാണ് വണ്ടി കൊണ്ട്, നല്ല തിരക്കാണ്. ഞാൻ വന്നതിനെ ആദ്യമായിട്ടാണ് ഇത്ര തിരക്കുണ്ടാവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഇന്നലെ കൊടുങ്ങല്ലൂര് ഒരു 10 മണി ശേഷമൊക്കെ ഇത്രയും പേരിനെ കാണുന്നത്. ആൾക്കാരും തിരക്കും ബഹളങ്ങളൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ കാണാറില്ല അങ്ങനെ. പിന്നെ അതിന് ശരിക്കും പോവാൻ പറ്റിയിട്ടില്ല. ഇതുവരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ ഇന്നലെയും വരുമ്പോ നേരെ കഴിക്കാൻ ഒന്നിനും പറ്റിയിട്ടില്ല. ഇനി കടയത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് സമാധാനം ഉണ്ടാവുള്ളൂ. നാളെ ഉച്ചയ്ക്ക് ആണെങ്കിൽ പോലും നാളത്തേക്ക് ഒരു പരിപാടികളും വേണ്ടാന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ എല്ലാം തീർക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കണത്. നാളേക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ക്ഷീണമായിരിക്കുള്ളൂ. ഒന്നും ഇപ്പഴേ ഉറക്കം തലവേദനൊക്കെ എന്തോ വരുന്നത്. ഇന്നലത്തെ അത്ര ഉഷാറൊന്നുമില്ല. ഭയങ്കര തളർച്ച ക്ഷീണം. എനിക്കാണ് വയറിന് കുറച്ച് വയ്യ ഒക്കെ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇരിക്കണം. ഇന്നാണ് ഉറക്കം വരും. ഇത്ര ദിവസം അത്ര കുഴപ്പമില്ല. തലേദിവസമായിരുന്നു നമുക്ക് ഓരോന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നാളെ രാവിലെ ഒരുങ്ങാനുള്ള ടൈമൊക്കെ ഉണ്ടാവുള്ളൂ. 12 മണിയുണ്ട്. പിന്നെ എങ്ങനെ നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്ത് വെച്ചാലും നാളേക്കായിട്ട് കുറച്ച് പരിപാടി ഉണ്ടാവും. ഏട്ടന്റെ താടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഏട്ടന് ഡ്രസ്സൊക്കെ എടുത്തുട്ടാ. ഡ്രസ്സ് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കാതെ മിഞ്ഞാന്നൊന്ന് വഴിക്കൂടാണ് നോക്കിയപ്പോ ഇഷ്ടപ്പെട്ട് എടുത്ത്. എന്റെ പിന്നെ ബ്ലൗസ് ഒക്കെ അടിച്ചു വന്നിരിക്കുന്നുണ്ട്. ഈ വശം അടിച്ച് സൂപ്പർ അല്ലെ? ബ്ലൗസ് നല്ല ഡിസൈനൊക്കെ ആയിട്ട് ബാക്കിൽ നാളത്തെ പരിപാടികളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങള് നാളത്തെ ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗാണ്. നാളത്തെ ദിവസത്തിന്റെ ഒരു എന്തൊക്കെ ചെയ്യണ്ടേന്നുള്ളൊരു ഇതിലാണ്. നമുക്ക് പിന്നെ വിളക്ക് കാര്യങ്ങളൊക്കെ റെന്റിന് എടുക്കാനുണ്ട്. അപ്പൊ വണ്ടികളൊക്കെ വരും, അത് എടുത്ത് പോണം. ഏട്ടന്റെ കൂട്ടുകാരൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ടാജിക്കാട്ടെ ചേട്ടൻ വന്നിട്ട് അതൊക്കെ റെന്റിന് എടുക്കണം. പിന്നെ അവിടെ ഡെക്കറേഷൻ ചെയ്യാൻ പരിപാടിയുണ്ട് നാളേക്കുള്ളത്. പിന്നെ നാളേക്കുള്ള വെള്ളം കാര്യങ്ങളും അങ്ങനത്തെ സെറ്റ് ചെയ്യണം. പിന്നെ കുഞ്ഞു കുഞ്ഞു ചവിട്ടി കാര്യങ്ങളൊന്നും നമ്മള് വാങ്ങി വെച്ചിട്ടില്ല. മറന്നുപോയി. അല്ലാണ്ട് വാങ്ങാൻ വേണ്ടിട്ട് എന്താന്ന് വെച്ചിരുന്നല്ല, മറന്നുപോയി. ക്ഷണതൊക്കെ പിന്നെ ഇന്നലെ രാത്രിയും ഇന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും എല്ലാരും ക്ഷണിച്ചു കഴിഞ്ഞു. പത്രത്തിലൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിട്ടാ. നമ്മുടെ നോട്ടീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഫോട്ടോ തന്നെയാണ് നോട്ടീസ് വണ്ടിയിലെന്ന് തോന്നുന്നത് കാണിച്ചത്. നല്ല രസമുണ്ട് നോട്ടീസ്. ഞാൻ കൊടുക്കുമ്പോഴൊക്കെ അത് നിങ്ങൾ തന്നെയല്ലേ, നിങ്ങളെ തന്നെയാണ് കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളാണ് ഫുള്ള് മോഡലിങ്. നമ്മളാർക്കും വിട്ടു കൊടുക്കുന്നില്ല. എല്ലാരും ചോദിക്കുന്നത് ആരാ ഓപ്പൺ ചെയ്യാന്നൊക്കെ. നമ്മൾ തന്നെയാണ്. അല്ല, നമ്മുടെ സ്ഥാപനം തുറക്കാൻ നമുക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെ തുറക്കാന്ന് വിചാരിച്ചു. അതിനുള്ള കത്രിക വാങ്ങിയിട്ടില്ല. റിബൺ വാങ്ങി വെച്ചിട്ടുണ്ട്, കത്രിക വാങ്ങിയിട്ടില്ല. പിന്നെ കൈ കാണിക്കണ്ടല്ലേ, അപ്പൊ സാരിയൊക്കെ സെറ്റ് ചെയ്യണം. ഇപ്പൊ തന്നെ 6 മണിയായി. എപ്പോഴാണ് ഇന്ന് ഉറക്കം അറിയില്ല. ഇന്ന് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ എനിക്ക് ഏട്ടനെ എണീക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ഒന്നും ഉറക്കം ശരിയല്ലേ, ഫുഡ് ശരിയല്ലേ, മൈഗ്രൈൻ വരുന്ന ആൾക്കാരാണ്. ഒരു കുറച്ച് ദിവസത്തെ ഓട്ടങ്ങളായതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. എനിക്ക് നാളെ ഓപ്പണിങ് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാം. പിന്നെ ഏട്ടന് എന്നാലും ഉണ്ടാവില്ല വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ വൃത്തിയാക്കണത് ഒരുക്കണതൊക്കെ മാക്സിമം എടുക്കാൻ. കുറേയൊന്നും നമ്മൾ എടുക്കാൻ വിട്ടുപോയി. വേറെ ഒന്നല്ല, ഈ തിരക്കിന്റെ ഇടയിൽ ഫോൺ എടുത്ത് വീഡിയോ വെക്കാനുള്ള സമയം എടുത്തില്ലാന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് പോവാം. ബാക്കി വിശേഷം
അങ്ങനെ നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിൻ്റെ തലേദിവസം അവിടുത്തെ കുറച്ച് ലാസ്റ്റ് പണിത്തിരക്കലും കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പം ഞാനവിടെ സൈഡിലിരുന്നു, ഫോട്ടോ ഫ്രെയിം വയ്ക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല പൊടിയായിട്ട് ഞാൻ മെല്ലെ പുറത്തിറങ്ങിയിരുന്നു കേട്ടോ, കസാരയൊക്കെ ഇട്ടിട്ട്. നേരെ പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ താളിപ്പലിക്കാണ് കേട്ടോ പോയത്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ ആദ്യത്തെ ആയതുകൊണ്ടും പിന്നെ എന്തായാലും ഇത് നല്ല ഉത്സവമായതുകൊണ്ട് ഞങ്ങൾ രാത്രി എന്തായാലും അത് മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ തന്നെ പോയിട്ട്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി, നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിട്ട്. അപ്പം നല്ല റൈഡുകളും കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി. പേട്ടൻ പരമാവധി എന്നെ കയറ്റാനും കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ ഞാൻ കയറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഇന്ന് 12 മണിയായിട്ടാ, 16-ാം തീയതി നമ്മുടെ ദിവസം എത്തിയില്ല കേട്ടോ. 12 മണി. ഇന്ന് 16-ാം തീയതി നമ്മള് സാധനങ്ങള് കൊണ്ടുവയ്ക്കാനാണ് കണ്ടത്. ബാക്ക് നിറച്ച് സാധനങ്ങളാണ്. ഇനിയും കുറെ സാധനങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാനുണ്ട്. ചെയറും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല, അതൊക്കെ കൊണ്ടുപോകണം. കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ 12 മണി. ഇന്ന് ഉറക്കണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇനി ഡെക്കറേഷൻ ചെയ്യണം, ചേട്ടന്മാരൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരം ഉറങ്ങാൻ പറ്റുന്നറിയില്ല. നാളെ ഉച്ചക്ക് 12 മണിക്കാണ് നമ്മുടെ ഓപ്പണിങ്. ഇന്നിപ്പോ 12 മണി രാത്രി. നാളെയല്ല, ഇന്ന് ഉച്ചക്ക് 12 മണി. ചേച്ചി പറഞ്ഞേട്ടോ നാളെ. ഇന്നായി 16-ാം തീയതി. അമ്പലത്തേക്കൊക്കെ കാണാൻ പോയി. എന്താ വെച്ചാൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നിട്ടുള്ളതല്ലേ, അപ്പൊ നമ്മളത് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. ഇന്നത്തെ ആദ്യത്തെ ദിവസമല്ലേ ഇന്ന്? ഇന്നലെ ആയിരുന്നല്ലോ ആദ്യത്തെ ദിവസം. 15-ാം തീയതി ഇന്നലെ നമ്മള് പോയത്. ആദ്യത്തെ ദിവസം ഒന്ന് പോണല്ലോ, ഞങ്ങളൊന്ന് പോയി കണ്ടു. ഇനി എന്തായാലും ഇന്ന് ഓപ്പണിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ പിന്നെ പോലെട്ടാ. 4 ദിവസം എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായി. നല്ല തിരക്കുണ്ട്. ആദ്യമായിട്ടാണ് കൊടുങ്ങല്ലൂർ വന്നതിന്റെ ശേഷം ഇങ്ങനെ തിരക്കും പരിപാടികളും ഒക്കെ കാണുന്നത്. അവിടുന്ന് കുറച്ച് ടോയ്സ് ഒക്കെ കുണിക്കും കാത്തൂനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നാളെ വന്നാ കൊടുക്ക അല്ലേ? കുണിക്കൻ ഏട്ടന്റെ കാറ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാറ് കുണിക്കിന് വാങ്ങി വെച്ചിട്ടുണ്ട്. സെയിം വാങ്ങി വെച്ചിട്ടുണ്ട്. കാർത്തിനും കുണിക്കും വേറെ 2 ടോയ്സ് ആയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. മാജിക് സ്ലൈറ്റ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വേറെ നല്ല കാർത്തും കുണിക്കൊക്കെ എപ്പോഴും ബുക്ക് പിടിച്ചടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവർക്ക് അത് വാങ്ങി. കുണുക്കനാണ് ഈ വണ്ടി അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി അവിടുത്തെ പരിപാടികളൊക്കെ ബാക്കി എടുക്കാം. പിന്നെ നാളത്തെ കാണാം അല്ലേ? അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ഞാനൊന്നും ചെയ്തില്ല. വീട്ടിൽ എണ്ണം ഡ്രസ്സ് എടുത്തിട്ടിട്ട് മുടിയൊക്കെ കെട്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. രണ്ട് മണിക്കാണ് തേക്കണേ. ഏറ്റവും വെയിറ്റ് ഉള്ളതാണ് കുഞ്ഞെടുത്തുണ്ടല്ലേ. എത്ര ഉണ്ട്? ഫുൾ സ്റ്റുഡിയോയുടെ ഫുൾ വ്യൂ ഒന്നും ഞാൻ കാണിക്കണില്ല. ഇനി ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ. എന്താ അതിന് സുഖമായിട്ട് ഇത് കിടന്ന് ഉറങ്ങാം. ഇത് കിടക്കാൻ നേരെ കാല് നോക്കിയിട്ട് വയ്ക്കുക. കാല് നോക്കിയിട്ട് വയ്ക്കുക. അങ്ങനെ നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊടുന്നുണ്ട്. നമ്മൾ തലേദിവസം തന്നെയാണ് അതൊക്കെ കൊടുന്നുള്ളത്. വേറെ നല്ല പൊടിയൊക്കെ ഫുള്ളായി കളഞ്ഞടിച്ചൊരു തുടച്ച് എല്ലാം പണിയും കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ അത് കൊടുന്നതിൻ്റെയൊക്കെയാണ് കാണിക്കുന്നത്. എടുത്ത് മേളിലേക്ക് കൊടുന്നതിൻ്റെ ക്ഷീണമൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത് ഏട്ടൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഫർണിച്ചറുകളൊക്കെ എത്തിച്ചത് ആ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ കുറേ ഞങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ഒരു സിസ്റ്റം വന്നിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഏട്ടൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ചേട്ടന്മാർ ചെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കലും ഡെക്കറേഷൻ അങ്ങനെ ലാസ്റ്റ് കുറേ ചെറിയ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ സിസ്റ്റം നോക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ചെയറിലിരിക്കുന്നു. സത്യം പറഞ്ഞാൽ 2:30 ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു. നല്ല ഉറക്കം വരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കലും പരിപാടിയായിരുന്നു. ഏട്ടൻ്റെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറേ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ സ്റ്റിക്കറുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഒട്ടിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ആ ചേട്ടൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മെല്ലെ പുറത്തൊക്കെ പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിട്ടാവും. അതിനെ ഞങ്ങൾ ഒന്നും ആദ്യം കൂടി ചെയ്തില്ല. പിന്നെ നമുക്ക് പുറത്ത് വയ്ക്കാനുള്ളൊരു ബോർഡ് മിക്കുള്ള ഫ്ലെക്സൊക്കെ അടിച്ചു കൊടുന്നിട്ടോ. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾ കളിയൊക്കെയാണ്, എല്ലാം നിങ്ങളാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ കുറച്ച് പ്ലാന്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് എല്ലാം പണികളും കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടനോട് ഇന്ന് തന്നെ കുറേയൊക്കെ വീഡിയോ എടുത്ത് വെച്ച് നമുക്ക് നാളെ ഒന്നും ഈ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട് മിക്ക സാധനങ്ങളും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ലോഗോ. പിന്നെ നമ്മൾ ചെറിയൊരു കഫേസ് ടൈപ്പാണ് കൊടുത്തത് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു സംഭവമാണ് ഈ യൂട്യൂബിൻ്റെ അത് ഏട്ടനെ ഓർഡർ ചെയ്താണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായി. പിന്നെ എല്ലാം ചെയ്തു വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടാ കട കാണാൻ. നമ്മൾ പഴയ ക്യാമറ ഒക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ടായി. गज चर्मांबरधर चंद्रचूड शिवशंकर पार्वती रमणा निनगे नमो नमः चंद्रचूड शिवशंकर पार्वती रमणा निनगे नमो नमः
चर्माम्बरधर चन्द्रचूड शिव शङ्कर पार्वती रमणा निनगे नमो नमः चन्द्रचूड शिव शङ्कर पार्वती रमणा निनगे नमो नमः रमणा निनगे नमो नमः विध्यानामन्तस्तिमिरामिहिरद्वीपनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिजरे दरिद्राना चिन्तामणि कुलनिका जन्मजलधो निमग्नानं दंष्ट्रा मुररिपुवराहस्य भवति आत्मा रामानन्द रमण अच्युत केशव हरिनारायण आत्मा रामानन्द रमण अच्युत केशव हरिनारायण आत्मा रामानन्द रमण अच्युत केशव हरिनारायण
ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് അപ്പോൾ പിന്നെ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. എല്ലാവരും പോയിട്ട് ഇനോഗ്രേഷനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിട്ട് കൊച്ചിയിൽ നിന്നൊക്കെ ആയതുകൊണ്ട് അവർക്ക് എത്താൻ കുറച്ച് നേരം വൈകി. അപ്പോൾ നമ്മൾ പിന്നെ മാക്സിമം പറ്റുന്നവനൊക്കെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് അതിന് വീഡിയോസൊക്കെ എടുത്ത് വെച്ചുവിട്ടാ. പിന്നെ ഓരോരുത്തർ ലൈറ്റായിട്ട് വന്നത് അവിടെ ഇവിടെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഏട്ടൻ മുന്നേ വർക്ക് ചെയ്യുന്നിടത്ത് മമ്മിയും മോനൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ അവരുടെ കൂടി വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടാ. നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിട്ടാ. പിന്നെ ഞങ്ങൾ രണ്ടാളും ഷൂട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ റീലും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് പറഞ്ഞത് ഞാൻ ഏട്ടനോട് ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്ത് വെച്ചോന്ന്. പിന്നെ ഞങ്ങൾ നേരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് അന്ന് കയറി തൊഴണമെന്നുണ്ടായി. നമുക്കൊരു നല്ലൊരു ദിവസമായിരുന്നല്ലോ. നമ്മുടെ ഓപ്പണിങ് നമ്മൾ വിചാരിച്ച സ്വപ്നങ്ങളൊക്കെ നടന്ന കാരണം അത് കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് പോയി പറയണമെന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ അമ്പലത്തിൽ പോയി. കൂട്ടത്തിൽ കുഞ്ഞ് കൃഷ്ണനെയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഷോപ്പിൽ വെക്കാൻ കുറേ ഡെക്കറേഷൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങളവിടെ കുറേ കറങ്ങിയൊക്കെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാക്സിമം ഏട്ടനെ റൈഡിൽ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നോട് കയറുന്നൊക്കെ പറയണം കേട്ടോ. അപ്പം ഞാൻ പറയണമെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ തളർന്നു. ഞാനൊന്നുമില്ലാന്ന് ഏട്ടനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ റൈഡാണെങ്കിൽ ഇത്തിരി പേടിയാവട്ടെ. അതിലിരിക്കണവർ തന്നെ ഭയങ്കര ഓളിയൊക്കെ ആയിരുന്നു. തലയും കുത്തി പോണാനും ആൾക്കാർ കാണുന്നവരൊക്കെ പറഞ്ഞത് ഭയങ്കര ഇതാണെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇനോഗ്രേഷൻ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലാതെ നല്ല രീതിയിൽ നടന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഇനിയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.